ബാറക്ക്മോർ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതും ഇരുതല മൂർച്ചയുള്ള വാളിനേക്കാൾ ശക്തവും പൈശാചിക പോരാട്ടത്തിൽ ജയം നൽകുകയും ആത്മാവിൻ്റെ നിത്യതയിലേക്ക് ആനയിക്കുകയും ചെയ്യുന്ന സത്യവും വിശുദ്ധവുമുള്ള ദൈവവചന പഠനത്തിൻ്റെ ഉള്ളാന്തരങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. വിശുദ്ധ വേദപുസ്തക പഠന പരമ്പരയുടെ അനുഗ്രഹീതമായ പുതിയ ഒരു അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. തലകളെ വണങ്ങാം, നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും പരമകാരുണ്യവാനും സ്നേഹസമ്പൂർണനുമായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ വേദപുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ, പഠിക്കുവാൻ, ഗ്രഹിക്കുവാൻ, ധ്യാനിക്കുവാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കുമാറാകണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദ്യം മുതൽ നിന്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിൽ സദായിപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആമേൻ. യെഹെസ്കേൽ പ്രവചനത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ച് പോന്നത്. ബൂസിയുടെ മകനായ യെഹെസ്കേൽ വിവാഹ ജീവിതം നയിച്ചിരുന്ന ഒരുവനായിരുന്നു. നെബൂഖദ്നേസർ യെരുശലേമിനെ അവസാനമായി നിരോധിച്ച സന്ദർഭത്തിൽ യഹൂദ ജനത്തിന് ഒരു അടയാളമായി തീരുമാറ് അദ്ദേഹത്തിൻ്റെ ഭാര്യ മരണമടഞ്ഞതായി യെഹെസ്കേലിൻ്റെ പ്രവചനം 24-ാമത്തെ അധ്യായത്തിൻ്റെ 16 മുതൽ 24 വരെയുള്ള വചനങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. യിരെമ്യാവിനെ പോലെ ഒരു പുരോഹിതനായിരുന്ന അദ്ദേഹത്തെ ദൈവം തൻ്റെ പ്രവാചകനായിരിക്കുവാൻ വിളിച്ച് വേർതിരിക്കുകയാണ്. ദൈവാലയം, പൗരോഹിത്യം, യാഗങ്ങൾ, ദൈവമഹത്വം എന്നിവയെക്കുറിച്ചുള്ള ഊന്നൽ അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളിൽ നാം കാണുന്നുണ്ട്. ദൈവശക്തി, ദൈവിക പദ്ധതി എന്നിവയെ വെളിപ്പെടുത്തുന്ന പല ദർശനങ്ങൾ യെഹെസ്കേലിന് ലഭിച്ചു. തനിക്ക് ലഭിച്ച അരുളപ്പാടുകൾ ഫലപ്രദമായ ഒരു ശൈലിയിൽ ആവിഷ്കരിക്കുവാൻ യെഹെസ്കേൽ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഈ പ്രവചന ഗ്രന്ഥത്തിൽ ഉടനീളം ഞാൻ എന്ന ഉത്തമ പുരുഷ സർവനാമം ഉപയോഗിച്ചാണ് പ്രവാചകൻ കാര്യങ്ങൾ പ്രതിപാദിക്കുന്നത്. ഇപ്രകാരം സംസാരിക്കുന്ന വ്യക്തി യെഹെസ്കേൽ ആണെന്ന് 1-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം, 24-ാമത്തെ അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം തെളിയിക്കുന്നുണ്ട്. അതിനാൽ ഗ്രന്ഥകാരൻ യെഹെസ്കേൽ തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയത്തിനും അടിസ്ഥാനമില്ല. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായി, മനുഷ്യപുത്രൻ, ഞാൻ യഹോവയെന്ന് അവർ അറിയും എന്നിങ്ങനെയുള്ള ചില പദപ്രയോഗങ്ങൾ ഈ ഗ്രന്ഥത്തിൽ കൂടെ കൂടെ ആവർത്തിക്കുന്നതും ഒരേ പ്രതിപാദന ശൈലി തന്നെ ആദ്യോടന്തം കാണപ്പെടുന്നതും ഈ ഗ്രന്ഥം മുഴുവനും യെഹെസ്കേൽ തന്നെ എഴുതിയെന്നതിൻ്റെ തെളിവായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. നെബൂഖദ്നേസർ യെരുശലേമിനെ നശിപ്പിച്ചത് 3 ഘട്ടങ്ങളിലായിട്ടാണ്. ആദ്യമായി BC 605 അദ്ദേഹം യെഹോയാക്കീമിനെ കീഴടക്കുകയും രാജകുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാനികളെ ബദ്ധരാക്കി കൊണ്ടുപോവുകയും ചെയ്തു. പ്രവാസികളുടെ കൂട്ടത്തിൽ ദാനിയേലും സ്നേഹിതന്മാരും ഉൾപ്പെട്ടിരുന്നു. അതിനുശേഷം 3 മാസം 10 ദിവസത്തേക്ക് മാത്രം രാജാവായിരുന്ന യെഹോയാക്കീൻ നെബൂഖദ്നേസറിനോട് മത്സരിക്കുകയും വീണ്ടും നെബൂഖദ്നേസർ BC 597 വന്ന് യെരുശലേമിനെ കീഴടക്കി യെഹോയാക്കീൻ, യെഹെസ്കേൽ പ്രവാചകൻ എന്നിവരുൾപ്പെടെ 10,000-ഓളം പേരെ തടവുകാരാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. മൂന്നാമത് BC 586 ദീർഘമായ ഒരു നിരോധനത്തിന് ശേഷം അദ്ദേഹം യെരുശലേമിനെ നിശേഷം നശിപ്പിക്കുകയാണ്. യെഹോയാക്കീം മുതൽ
ഭരിച്ചിരുന്ന 3 രാജാക്കന്മാരും നെബൂഖദ്നേസറിൻ്റെ സാമന്തന്മാരായി അദ്ദേഹത്തിന് കപ്പം കൊടുത്തുകൊണ്ട് രാജ്യം ഭരിച്ചിരുന്നതിനാൽ കപ്പമായി ലഭിക്കുന്ന ദ്രവ്യം ആഗ്രഹിച്ചായിരിക്കണം അദ്ദേഹം യെരുശലേമിനെ പെട്ടെന്ന് തന്നെ നശിപ്പിക്കാതിരുന്നത് എന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. 1-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനത്തിൽ കാണുന്ന 30-ാം ആണ്ട് എന്ന പദപ്രയോഗം യെഹെസ്കേലിൻ്റെ വയസ്സിനെയാണ് കുറിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ ബാബിലോണിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് 25-ാമത്തെ വയസ്സിലും അദ്ദേഹം പ്രവാചകനായി വിളിക്കപ്പെട്ടത് 30-ാം വയസ്സിലുമാണെന്ന് കരുതാം. ഇതിൻ്റെ അർത്ഥം ദാനിയേലിനെ ബദ്ധനാക്കി കൊണ്ടുപോകുന്ന BC 605 യെഹെസ്കേലിന് 17 വയസ്സു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ ദാനിയേലും യെഹെസ്കേലും ഏതാണ്ട് സമപ്രായക്കാരായിരുന്നു. ഈ രണ്ടുപേരും യിരെമ്യാവിനേക്കാൾ ഏകദേശം 20 വയസ്സ് പ്രായം കുറഞ്ഞവരായിരുന്നിരിക്കണം. ഈ കാലഗണനയനുസരിച്ച് യെഹെസ്കേലിൻ്റെ ജനനം BC 622 ആയിരിക്കാനാണ് സാധ്യത. BC 597 അദ്ദേഹത്തെ ബദ്ധനാക്കി ബാബേലിലേക്ക് കൊണ്ടുപോയി. 592 മുതൽ 571 വരെ അദ്ദേഹം തൻ്റെ പ്രവചന ശുശ്രൂഷ നിർവഹിച്ചു. BC 571 ബാബിലോണിൽ വെച്ച് തന്നെ അദ്ദേഹം മരണമടഞ്ഞതായിട്ടാണ് പണ്ഡിതന്മാർ കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്രകാരം യിരെമ്യാവിൻ്റെ ശുശ്രൂഷ കാലത്തിന് ശേഷവും യെഹെസ്കേൽ തൻ്റെ ശുശ്രൂഷ തുടർന്നു പോന്നുവെന്നും യെഹെസ്കേലിൻ്റെ കാലം കഴിഞ്ഞിട്ടും ദാനിയേൽ തൻ്റെ വേല നിർവഹിച്ചു പോന്നുവെന്നും നമുക്ക് ന്യായമായി ചിന്തിക്കാവുന്നതാണ്. യെഹെസ്കേൽ ബാബിലോണിൽ വരുമ്പോഴേക്കും ദാനിയേൽ പ്രസിദ്ധിയിലേക്ക് ഉയർന്നു കഴിഞ്ഞിരുന്നു. തൻ്റെ പ്രവചനത്തിൽ 3 പ്രാവശ്യം യെഹെസ്കേൽ ദാനിയേലിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. 14-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം, 20-ാമത്തെ വാക്യം, 28-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം എന്നിവയാണ് ആ 3 പരാമർശന ഭാഗങ്ങൾ. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അദൃശ്യമായ വലതുകരം നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ധന്യേ നിൻ പ്രാർത്ഥനമേവട്ടെ, ഞങ്ങളോടൊന്നീ ചർത്തന കേട്ടി തേകിടട്ടെ. പുണ്യം നാഥൻ